എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായി. മുമ്പത്തെ മാസങ്ങളിലെ അപേക്ഷിച്ച് കുറച്ചുകൂടി നേരത്തെ പെൻഷൻ ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പെൻഷൻ മാനദണ്ഡങ്ങളിൽ സർക്കാർ മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നു. നാളെ മുതൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണങ്ങൾ സജീവമായി. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചു എന്ന് സേവന പെൻഷൻ വിഭാഗം അറിയിച്ചിരുന്നു. ഇന്നു മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സജീവമായി കയറി തുടങ്ങിയത്. അപ്പോൾ ഇന്ന് വൈകുന്നേരമായപ്പോഴേക്കും കൂടുതൽ പേർക്ക് തുക എത്തിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമല്ല, കയ്യിലും പെൻഷൻ വിതരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി സജീവമാകും. ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തിയിട്ടുള്ള മേഖലകളിൽ മാത്രമാണ് കയ്യിൽ വിതരണം ഇപ്പോൾ ആരംഭിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് മുഹറം അവധിക്ക് ശേഷം ലഭിക്കുന്നതാണ്. തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങൾ വരുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ തിങ്കളാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം സജീവമാകുക. എന്തായാലും കയ്യിൽ പെൻഷൻ വിതരണം ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇന്നു മുതൽ തന്നെ ആരംഭിക്കും. ഇനിയുള്ള അവധി ദിവസങ്ങളാണ് എങ്കിൽ പോലും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിയാൽ അവർ വിതരണം ചെയ്യുന്നതാണ്. നാളെ സംസ്ഥാനത്ത് മുഹറം അവധിയാണ്. ബാങ്കുകളും ട്രഷറിയൊക്കെ അവധിയാണ്. മുഹറം അവധിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പെൻഷൻ എടുക്കാത്ത സർവീസ് സഹകരണ സംഘങ്ങൾക്ക് ഉണ്ട്. അത്തരം സർവീസ് സഹകരണ സംഘങ്ങൾ വിതരണം ചെയ്യുന്ന പെൻഷൻ തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം സജീവമാവുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്നു മുതൽ തന്നെ പെൻഷൻ വിതരണം സജീവമായിട്ടുണ്ട്. കയ്യിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കയ്യിൽ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ജൂൺ 30 മറക്കണ്ട. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ജൂൺ 30 മാർച്ച് 31 മുമ്പ് നൽകാത്തവരാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, പെൻഷൻ നൽകുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പോഴുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയതിനു ശേഷം ഇനി പെൻഷൻ അനുവദിക്കുമ്പോഴും പെൻഷനുമായി ബന്ധപ്പെട്ട് അർഹതാ മാനദണ്ഡ പരിശോധന നടത്തുമ്പോഴും കൃത്യമായിട്ടുള്ള പരിശോധനകളിൽ ചില ഇളവുകൾ വരുത്തും. AC, ചെറിയ കാറുകൾ ഇവയിലെല്ലാം ഇളവ് വരുത്തിക്കൊണ്ടാണ് ഇനി പെൻഷൻ അനുവദിക്കുക. കൂടുതൽ ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. മറ്റൊന്ന്, കേന്ദ്രവിഹിതമായിട്ടുള്ള 300, 200, 500 കുറവുള്ള ആളുകൾക്ക് ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. ബാങ്കിലായാലും കയ്യിലായാലും കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.